ഹിന്ദുമതത്തിലെ ജാതീയതയ്ക്കെതിരെ പോരാടിയ മഹത് വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് അഡ്വക്കേറ്റ് കെ രാജു. BKMU അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം സമുചിതമായി ആചരിച്ചു. ഇന്ത്യൻ ഭരണശില്പിയും സാമൂഹ്യ പരിഷ്കർത്താവും നിയമജ്ഞനുമായിരുന്ന ഡോക്ടർ BR അംബേദ്കർ രാജ്യത്ത് ഹിന്ദുമതത്തിൽ നിലനിന്നുവന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരെയും ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടിയും പോരാടിയ മഹത് വ്യക്തിയാണ്. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായും പ്രവർത്തിച്ചു. അപ്പോൾ അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ക്രോഡീകരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും മഹത്തായ ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടന അതിന് രൂപം കൊടുത്ത ആളെന്നുള്ള നിലയിലാണ് ഡോക്ടർ അംബേദ്കർ, ഭീംജി റാവു അംബേദ്കറെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പി എന്നുള്ള പേരിൽ പരക്കെ അറിയും. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഭരണഘടന, അദ്ദേഹം രൂപം കൊടുത്ത ആ ഭരണഘടന ഇന്ന് ലോകത്തിലെ പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യങ്ങളിലെ ഏറ്റവും മഹത്തായ ഭരണഘടന. മാത്രമല്ല, ആ ഭരണഘടന അങ്ങനെ ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ രാജ്യം ഒരുപാട് വൈവിധ്യങ്ങളും ഒരുപാട് തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്ത ജീവിത രീതിയും ക്രമവും ഭാഷയും എല്ലാം ഉള്ള ആളുകൾ അടങ്ങുന്നതാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഒരുപാട് മതങ്ങൾ, ഒരുപാട് ജാതികൾ, ഇതെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ആ രാജ്യത്തെ ജനങ്ങളെ ആകെ യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ 7 പതിറ്റാണ്ട് കഴിഞ്ഞല്ലോ. ഭരണഘടന രൂപം കൊണ്ടതിന് ശേഷം 7 പതിറ്റാണ്ട് കഴിഞ്ഞു. അതിന് ശേഷവും നമ്മുടെ രാജ്യത്തെ ഒരു സോളിഡ് ആയി ഒരു യൂണിറ്റായി കൊണ്ടുപോകാൻ കഴിയത്തക്ക രീതിയിൽ ഉള്ള ഒരു ഭരണഘടന. തന്റെ അഭിപ്രായങ്ങൾ എവിടെയും തുറന്നു പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ടാണ് നെഹ്റുവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്താൽ ആദ്യ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് അദ്ദേഹം പുറത്തുപോയതെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BKMU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു. BKMU സംസ്ഥാന കൗൺസിൽ അംഗം C. ഹരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലെനു ജമാൽ, BKMU മണ്ഡലം പ്രസിഡന്റ് ശൈലേന്ദ്രൻ, സെക്രട്ടറി ലിജി ജോൺസൺ, ജില്ലാ കൗൺസിൽ അംഗം സുനിത കുമാരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിന്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്. JCB, ക്രെയിൻ, ടെലിസ്കോപ്പ് ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ക് ലിഫ്റ്റ്, ഓട്ടോമാറ്റിക് ഫോർക്ക് ലിഫ്റ്റ്, ഇലക്ട്രിക്കൽ ഫോർക്ക് ലിഫ്റ്റ്, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.